നമ്മുടെ ഇവിടെ ആകെ ഉള്ളതെന്ന് പറഞ്ഞാൽ ഈ 5 രൂപയോ 10 രൂപ എത്ര ഈ ഒരു പോൺസിന്റെ പൗഡർ മാത്രമാണ്. സോറി. ഹായ് ഫ്രണ്ട്സ്. അപ്പൊ എല്ലാവർക്കും കേട്ടാ ഒരു ചിരി വരുന്ന ഒരു കാര്യം ഞാൻ പറയാൻ പോകുന്നത്. ഞാൻ എന്റെ ജീവിതത്തിൽ ഇതുവരെ വാങ്ങിച്ചിട്ടില്ലാത്ത ഒരു സാധനം വാങ്ങിക്കാൻ വേണ്ടിയിട്ടാണ് പോവാൻ പോകുന്നത്. ഇതിപ്പോ ചിലപ്പോ കേൾക്കുമ്പോ നിങ്ങൾക്ക് എന്താ ഇതായിരുന്നു എന്നൊക്കെ തോന്നും. പക്ഷെ ഞാൻ ഇതുവരെ എന്റെ ജീവിതത്തിൽ ഈ ഇത്ര വർഷം വരെ വാങ്ങിച്ചിട്ടില്ല. അപ്പൊ എനിക്ക് ഇതിന്റെ ഒരു എക്സൈറ്റ്മെന്റ് ഉണ്ട്. അപ്പൊ എന്താണെന്ന് വെച്ചാൽ ഊഹിക്കാവോ? തിരുവല്ലയ്ക്ക് പോവാ നമ്മള്. തിരുവല്ലയ്ക്ക് പോകുന്നത് എപ്പോഴും കഴിക്കുന്ന ഓർമ്മയ്ക്കാണ്. പക്ഷെ നമ്മളിന്ന് പോകുന്നത് കുറച്ച് മേക്കപ്പ് ഐറ്റംസ് വാങ്ങിക്കാൻ വേണ്ടിയിട്ടാണ്. കേൾക്കുമ്പോ എല്ലാവരും തിരുവല്ല ഇതാണ് ഇത്ര ഹൈപ്പ് കൊടുത്തത്. ശരിക്കും പറഞ്ഞ ഞങ്ങൾ ആരും ഇവിടെ ഉള്ള ആരും തന്നെ ഒരു പൗഡർ പോലും യൂസ് ചെയ്യാത്ത ആൾക്കാരാണ്. അവരെന്നെ കളിയാക്കുന്നതാണ്. എനിക്ക് സത്യം പറഞ്ഞാൽ അറിയത്തില്ല എങ്ങനെയാണ് യൂസ് ചെയ്യേണ്ടതെന്നോ എന്താണ് വാങ്ങിക്കേണ്ടതെന്നോ ഒന്നും എനിക്കൊരു ഐഡിയയും ഇല്ല. ഇനി നമ്മൾ അവിടെ ചെന്നിട്ട് നല്ലൊരാളെ കിട്ടിയാൽ അവരെനിക്ക് പറഞ്ഞു തരുമെന്നുള്ള വിശ്വാസത്തിലാണ് ഞാൻ പോകാൻ പോകുന്നത്. നമ്മുടെ ഇവിടെ ആകെ ഉള്ളതെന്ന് പറഞ്ഞാൽ ഈ 5 രൂപയോ 10 രൂപ എത്ര ഈ ഒരു പോൺസിന്റെ പൗഡർ മാത്രമാണ്. സോറി, കുട്ടിക്കുറക്കാര് കണ്ട എന്നെ തെറി പറയും. കുട്ടിക്കുറയുടെ പൗഡർ എടുത്ത് വെച്ചിട്ട് പോൺസിന്റെ എന്ന് പറഞ്ഞാൽ എങ്ങനെ ഇരിക്കും അല്ലേ? അപ്പൊ ഈ ഒരു പൗഡർ മാത്രമാണ് നമ്മുടെ വീട്ടിലുള്ളത്. അപ്പൊ എനിക്ക് സത്യം പറഞ്ഞ എക്സൈറ്റ്മെന്റ് ഉണ്ട്. ഇത് എങ്ങനെ ഉപയോഗിക്കുന്നുള്ളതൊന്നും അറിയത്തൊന്നുമില്ല. പക്ഷെ എന്തായാലും പോയിട്ട് നമുക്ക് വാങ്ങിച്ചിട്ട് വരാം. അപ്പൊ എന്തൊക്കെ വാങ്ങിച്ചിട്ടുണ്ടെന്നും എന്തൊക്കെയാണ് സംശയിക്കാൻ പറ്റുന്നില്ലെന്നൊക്കെ പറയുന്നു. അപ്പം എനിക്ക് നല്ലൊരു ഇൻട്രസ്റ്റ് ഇങ്ങനെ എക്സൈറ്റ്മെന്റ് ഉള്ളത് എന്താണെന്ന് വെച്ചാൽ ആദ്യമായിട്ട് ചെയ്യാൻ പോകുന്ന കാര്യമായതുകൊണ്ടാണ്. പക്ഷേ ഉണ്ടല്ലോ ഞാൻ കോൺഫിഡന്റ് എന്ന് പറഞ്ഞാൽ ഏറ്റവും കോൺഫിഡന്റ് ഞാൻ എങ്ങനെയാണോ അങ്ങനെ തന്നെ ഇരിക്കുമ്പോഴാണ്. അതിൽ ഞാൻ 100% 110% കോൺഫിഡന്റ് ആണ്. 190. അതുകൊണ്ട് ഈ ഒരു കോലത്തിൽ എന്നെ കാണുന്ന എല്ലാവർക്കും അറിയാം ഇങ്ങനെ തന്നെയാണ് എന്നെ എവിടെയും കാണാൻ പറ്റുന്നത്. പക്ഷെ ചില സാഹചര്യങ്ങളിൽ നമുക്ക് ആവശ്യമായിട്ട് വരും കുറച്ച് മേക്കപ്പ് ഐറ്റംസ് ഒക്കെ ആവശ്യമായിട്ട് വന്നതുകൊണ്ട് നമ്മൾ സോഷ്യൽ മീഡിയയിലാണല്ലോ നിൽക്കുന്നത്. ആ ഒരു കാരണം കൊണ്ട് മാത്രമാണ് ഇപ്പൊ ഇത് വാങ്ങിക്കാൻ പോകുന്നത്. അപ്പൊ എന്താണ് എവിടെ നിന്നാണെന്ന് നോക്കി നമുക്ക് വഴിയെ കാണിച്ചു തരാം. അങ്ങനെ നമ്മൾ തിരുവല്ലയിലുള്ള കടയിലെത്തി. ചെന്നപാടെ അവരോട് ഞാൻ പറഞ്ഞു, ചേച്ചി എനിക്കൊന്ന് മേക്കപ്പ് ചെയ്യണം, അതിനുള്ള സാധനങ്ങളൊക്കെ എന്താന്ന് വെച്ചാൽ തരണമെന്ന്. സത്യം പറഞ്ഞാൽ അവർ ഞെട്ടിപ്പോയി കാണും. ഇങ്ങനൊരു കസ്റ്റമർ ആദ്യമായിട്ടായിരിക്കും പോകുന്നത്. പക്ഷെ അവർ നല്ല ആൾക്കാരായിരുന്നു. ഓരോ സാധനങ്ങളും എടുത്ത് അതിൻ്റെതായ രീതിയിൽ എൻ്റെ സ്കിന്നുമായിട്ട് മാച്ച് ആവുന്നതുകൊണ്ടോ അല്ലെങ്കിൽ കുറേ ഇങ്ങനെ കുരുക്കളൊക്കെ ഉണ്ടല്ലോ, അപ്പോൾ അതുമായിട്ട് എങ്ങനെ അത് മാച്ചായി പോകുന്നുണ്ടെന്ന് പറഞ്ഞാൽ ഞാൻ കുറേ സാധനങ്ങളൊക്കെ എടുത്ത് ടെസ്റ്റ് ചെയ്ത് നോക്കി. പൊട്ടനാട്ടം കാണുന്ന പോലെ ശരിക്കും ഞാൻ അവിടെ നിന്നെന്ന് മാത്രമേ ഉള്ളൂ. കാരണം എന്താണ് അതിനകത്തൊരു അഭിപ്രായം പറയാനോ അങ്ങനെ ഒന്നും എനിക്കറിയത്തില്ല. ബിഗിനേഴ്സിന് എന്ന് പോലും പറയാൻ പറ്റത്തില്ല. ബിഗിനറിനെ അങ്ങേ അറ്റത്തെ ഒരാളാണ് ഞാൻ. അങ്ങനെ അവർ കുറേ സാധനങ്ങളൊക്കെ ടെസ്റ്റ് ചെയ്ത്, ഈ കമ്പനിയുടെ കാര്യങ്ങളൊന്നും എനിക്ക് വലുതായിട്ട് അറിയത്തില്ല, കുറേ സാധനങ്ങൾ സെലക്ട് ചെയ്തിരുന്നു. ഫൗണ്ടേഷൻ, ഒരു കാജൽ, ബ്ലഷ്, അങ്ങനെ കുറേ സാധനങ്ങളൊക്കെ തന്നു. അപ്പോൾ ഇനി എങ്ങനെയൊക്കെയാണ് അത് ചെയ്യേണ്ടതെന്നും എങ്ങനെ ചെയ്താൽ നമുക്കത് ചെയ്യാൻ പറ്റുമെന്നുള്ളതൊക്കെ പറഞ്ഞു തന്നു. ബ്ലഷൊക്കെ എടുത്തിട്ടപ്പോൾ സച്ചുവിന് ഭയങ്കര അവന് വേണമെന്നൊക്കെ പറഞ്ഞ് ഭയങ്കര ബഹളമൊക്കെ ആയിരുന്നു. അപ്പോൾ അവരെല്ലാം ചെയ്യേണ്ട രീതിയും ഒക്കെ ചെയ്ത് കാണിച്ചു തന്നു. അപ്പോൾ പക്ഷേ എൻ്റെ മുഖത്ത് നല്ല കുരുവൊക്കെ ഉള്ള കാരണം കുറച്ച് ഡിഫിക്കൽട്ടാണ്. നല്ല മേക്കപ്പ് ആർട്ടിസ്റ്റിന് മാത്രമേ അതൊക്കെ മാറ്റാൻ പറ്റുള്ളൂ എന്നൊക്കെ അവർ പറഞ്ഞു. എങ്കിലും ഞാൻ ഭയങ്കര സാറ്റിസ്ഫൈഡ് ആണ്. പിന്നെ നമുക്ക് അവർ നല്ലൊരു സർവീസാണ് തന്നത്. തിരുവല്ലയിലെ മിഡാസിലാണ് നമ്മൾ പോയത്. അപ്പോൾ അവർ തന്ന സാധനങ്ങളൊക്കെ വാങ്ങിച്ച് നമ്മൾ അവിടുന്ന് ഭയങ്കര ഹാപ്പി ആയിട്ട് ഇറങ്ങി.